സിനിമാ മേഖലയിൽ പണ്ടൊക്കെ ഈ നമ്മൾ കാണുക എന്താണ്, ഇപ്പോൾ നാന, വെള്ളി നക്ഷത്രം പോലുള്ള സിനിമ മാസികകൾക്കകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ മാസികകളുടെ ആളുകളും സിനിമാക്കാരുടെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന സാധാരണ ഇതിലുള്ള ഫോട്ടോസാണ് സിനിമയ്ക്ക് പുറത്തുള്ള ദൃശ്യങ്ങളായിട്ട് ഈ നടിമാരുടെയും നടന്മാരുടെയൊക്കെ വരിക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അവർക്ക് അതിന്മേൽ യാതൊരു അവകാശമില്ല. അവരുടെ ശരീരം ഇവരുടെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ന നിലക്കാണ് ഇവർ വല്ലാതെ ഉപയോഗിക്കുന്നത്. എന്നോട് അതിൻ്റെ അത്ഭുതപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഗതി ഞാൻ ഈ വാർത്ത ഇപ്പോൾ സാബുമോൻ ഈ വിഷ്വൽ ഇട്ടപ്പോൾ സിനിമാ മേഖലയിൽ തന്നെയുള്ളൊരു പ്രവർത്തനമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ജേർണലിസ്റ്റോ മറ്റോ അല്ല, സിനിമാ മേഖലയിൽ തന്നെ ഉള്ള ഒരു ചെറുപ്പക്കാരനായുള്ള ആൾ എന്നോട് പറഞ്ഞത്, യഥാർത്ഥത്തിൽ നമ്മൾ മലയാളികൾ മുഴുവൻ ഈ ഫോണിൽ കാണുന്ന ദൃശ്യങ്ങൾ മാത്രമല്ല ഇവർ പകർത്തുന്നത്, അതേക്കാൾ ആഘാതശേഷിയുള്ള ദൃശ്യങ്ങൾ ഈ നടിമാരുടെയും മറ്റും അവർ വളരെ ക്ലോസിലും മറ്റുമൊക്കെ പകർത്തുന്നുണ്ട്. പക്ഷേ ആ പകർത്തുന്ന ദൃശ്യങ്ങളെല്ലാം അവർ ഈ സെമി പോൺ, കേരളത്തിന് പുറത്തുള്ള സെമി പോൺ വ്യവസായ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും പേജുകൾക്കൊക്കെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു വമ്പൻ സാമ്രാജ്യമാണ്. നിങ്ങൾ കരുതുന്നതിനേക്കാൾ വലിയ സാമ്രാജ്യമാണിത്. ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ട് മോണിറ്റൈസ് ചെയ്തിട്ട് മാത്രമല്ല ഇവർ പൈസ ഉണ്ടാക്കുന്നത്, ഇതൊരു വമ്പൻ പാപ്പരാസി ടീമായിട്ട് മാറിക്കഴിഞ്ഞു എന്നതാണ് അവർ പറയുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. പക്ഷേ എപ്പോഴും ഹർഷ, ഇതിനകത്ത് ഏറ്റവും അത്ഭുതപ്പെടുന്നൊരു കാര്യം, ഈ സിനിമാ മേഖലയിലെ ആളുകൾ അധികായന്മാരായിട്ടുള്ള അതിശക്തരായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞാൽ 10,000-കണക്കായിട്ട് പ്രതിഫലിപ്പിക്കാവുന്ന ആളുകളുടെ അടുത്ത് ഒരൊറ്റ മനുഷ്യൻ ഇതിനെതിരെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇത്രയും വലിയ സംഘടനകളുണ്ട്, ഇത്ര ശക്തരായിട്ടുള്ള ആളുകളുണ്ട്, ആരെങ്കിലും സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? ഇതിനകത്തൊരു പ്രൈവസി വയലേഷൻ ഉണ്ട്. മറ്റേതെങ്കിലും മാധ്യമങ്ങൾ പോകുന്നുണ്ടോ അവിടേക്ക്? അതായത് നമ്മുടേതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ആരെങ്കിലും ഈ പരിപാടിക്ക് പോകുന്നുണ്ടോ? ഇങ്ങനൊരു ഷൂട്ടുമായിട്ട് ആളുകളുടെ പ്രൈവസിക്കകത്തേക്ക് വല്ലാതെ വലിഞ്ഞു കയറുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് പോലും ഇവിടെ അതിനെപ്പറ്റി യാതൊരു ചർച്ചയും നടക്കുന്നില്ല. ഒരു ചർച്ചയും നടക്കാത്ത ഒരു അനീതി നിങ്ങളുടെ മുന്നിലൂടെ ഈ എല്ലാത്തരം ആക്ടിവിസ്റ്റുകളുള്ളൊരു നാട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനകത്ത് സാബു ഈ ക്യാമറ തിരിച്ചു വെച്ചത്, ഫോൺ തിരിച്ചു വെച്ചത് വളരെ നന്നായി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. സാബു ചെയ്ത പരിപാടിയെക്കുറിച്ചിട്ട് ഇവർ ഈ എന്താണ് നിലക്കൂലോ പച്ചക്കൂലോ അങ്ങനെ എന്തോ പറഞ്ഞിരിക്കുന്നു ഒരു പേജ് വന്നല്ലോ. സാബു ചെയ്ത പരിപാടിക്കകത്ത് ഇതല്ല, ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരത്തിനകത്തേക്ക് കയറിയുള്ള അതിനെ വിമർശിക്കാം, സാംസ്കാരികമായിട്ട് നമുക്കതിനെ പരിശോധിക്കുകയും മറ്റുമൊക്കെ ചെയ്യാം. പക്ഷേ ഇവർ ചെയ്യുന്ന അതിക്രമത്തിൻ്റെ വലുപ്പത്തിന് മുന്നിൽ അതൊന്നും ഒന്നുമല്ല.